ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് വട്ടോളി മജിക്ക് 2 ഡ്രസ്സൊക്കെ എടുക്കാൻ പോകാനുണ്ട്. പിന്നെ നമുക്ക് എൻ്റെ കസിൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, കുഞ്ഞിനെ കാണാൻ പോകണം. കലാനയുണ്ട് ഗൈസ്, കലാന മേക്കപ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞടാ അവിടെ ചുരുണ്ട് കിടക്കുന്നുണ്ട്, അവിടെ ചുരുണ്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ എന്താ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ തന്നെ നമുക്കൊരു ബസ് കിട്ടി. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. കുറേ നേരം മുത്ത് ഞങ്ങളോട് പറഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാൽ ഓനും ടൗണിലേക്ക് ഉണ്ടെന്നാൽ ബസ് പോകണ്ടെന്ന്. പക്ഷേങ്കിൽ അതുവരെ കാത്തിക്കാൻ നമുക്ക് സമയമില്ലായിരുന്നു. അങ്ങനെ ബാലുശ്ശേരി എത്തിയപ്പോൾ അതാ കലാനെ റയാനും മുട്ടായി വാങ്ങാൻ പോയിട്ടുണ്ട്. ബസ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും റയാനും നല്ലപോലെ ഉറങ്ങിപ്പോയി. അപ്പോൾ അതാ കലാന വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിപ്പോഴാണ് ഞാൻ കാണുന്നത്. അങ്ങനെ നമ്മൾ നേരെ ഗോകുലം മാളിലേക്ക് പോയി. നെസ്റ്റോയിൽ പോയി ആദ്യം നമ്മൾ വിചാരിച്ച് ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കാൻ. പിന്നെ ഒന്ന് നെസ്റ്റോന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് നെസ്റ്റോന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി ട്രൈ ചെയ്തത്. അറിയാൻ നല്ല ചിക്കൻ ലോലിപ്പോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, കഴിക്കുന്നുണ്ട്. ഞങ്ങൾ 2 ആൾ കഴിച്ച് കഴിഞ്ഞിട്ട് ആശാൻ കഴിച്ച് കഴിഞ്ഞില്ല. പിന്നെ ഓനെ വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. എന്തായാലും ഫുള്ള് കഴിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും മെച്ചി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കഥു കണ്ടുപിടിച്ചൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല ചുരിദാറൊക്കെ കിട്ടുന്നതാണ്. അങ്ങനെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അജിയോൻ്റെ ഒരു ഷോപ്പാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ചു പോവുകയാണ്. പിന്നെ നമ്മൾ അഫ്സൽക്കാക്ക് 2-3 ടീഷർട്ട് നോക്കാനുണ്ട് പറഞ്ഞിട്ട് നെക്സ്റ്റ് ടീഷർട്ട് നോക്കാൻ പോയി. അങ്ങനെ ഞാനൊന്ന് തിരിഞ്ഞളിക്കുമ്പോഴത്തേക്ക് അഫ്സൽക്ക ടീഷർട്ടൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഹാലിം ബേബി ഒന്ന് വീണിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടി പോയത് ചായ കുടിക്കാൻ ചായയിലേക്കാണ്. കുറേ ഞാനെപ്പോഴും വീഡിയോ ഇടുന്നതിനെ കൊണ്ടൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ച് വാപ്പീനെയൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. അവിടുത്തെ ടെൻഡർ ജ്യൂസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഹൈലൈറ്റ് മാളിലേക്കാണ്. നമുക്ക് കവറും കൊണ്ട് കുടുങ്ങി ലൈഫിൻ്റെ ബാഗിൽ ഇത് കൊള്ളുന്നില്ല. അപ്പം ഖദീജ എന്ന് പറഞ്ഞ ബുക്ക് അടിപൊളി ബുക്കാന്ന് പറയുന്ന കേട്ടിട്ട് നമ്മളൊരു ഖദീജ വാങ്ങിയിട്ടുണ്ട്, വായിച്ച് നോക്കിയിട്ട്. പിന്നെ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ടുള്ള ഒരു കളിയായിരുന്നു. കലാനൊക്കെ ക്രോക്സ് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുവിധം എല്ലായിടത്തിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും മുത്തും ഉമ്മച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കുഞ്ഞിനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് നേരെ മെട്രോയിലേക്കാണ് പോയത്. അപ്പോൾ മെട്രോയിലെത്തിയിട്ട് സിത്തു വർക്ക് ചെയ്യുന്നതും ഇവിടെയാണ് കേട്ടോ. അപ്പോൾ സിത്തുവിൻ്റെ കൊളീഗ്സിനെയൊക്കെ കണ്ട് കുറച്ച് സംസാരിച്ച് ഹോസ്പിറ്റലിലെത്തിയപ്പോഴേക്കും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എളാപ്പയോളവും ഉണ്ടായിരുന്നു, അമ്മായിമാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ഞങ്ങളെത്തുമ്പോഴത്തേക്ക് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബേബീനെയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി വരുമ്പോണ്ടായിരുന്നു 2 കള്ളന്മാരെ പിടികൂടി ഗൈസ്. ഞങ്ങളെ കൂട്ടാണ്ട് തായിരുന്നു കോഫിയും കേക്കും കഴിക്കുകയാണ്. കേക്ക് കണ്ട ഉടൻ ചാടി ഞാൻ അവിടെ തന്നെ ഇരുന്ന് പിന്നെ കോഫിയും കുടിച്ച് പിന്നെ ഒരു കോഫി ഓർഡർ ചെയ്യാൻ സമയം വൈകുന്നതുകൊണ്ട് പാവത്തിന് ഞങ്ങൾ വെറുതെ വിട്ടു. റയാൻ്റെ ഷാള് പിടിച്ച് വലിക്കുന്നുണ്ട് ഓരോന്ന് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവിടെ നിന്നൊരു ചിപ്സും വാങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. ബീച്ചിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് പോകാൻ വിചാരിച്ചു. അങ്ങനെ ബീച്ചിൽ സിത്തുവിൻ്റെ സ്ഥിരം സ്പോട്ടിൽ നിന്നാണ് നമ്മൾ ചായ കുടിക്കുന്നത്. എല്ലാവരും ഉണ്ട്, മെച്ചിയും എല്ലാവരും. അതിൻ്റെ ഇടയിൽ റയാന് ബലൂൺ വേണം, അത് വേണം എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടായിന്. അതിൻ്റെ ഒരു ചെറിയ ബോളിൽ ഒതുക്കാമെന്ന് വിചാരിച്ച് അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോളിനുള്ള അടിയായിരുന്നു. ഞാൻ സിത്തു ഇതൊന്ന് കറക്കി കളിക്കാൻ 2 വാങ്ങിയിട്ടുണ്ട്, അമ്മാനും റയാനും. പിന്നെ വീട്ടിലെത്തിയാൽ ഫുൾ അടിയായിരിക്കും. പിന്നെ ഒരു വിധത്തിൽ അത് സിത്തുവിൻ്റെ അടുത്തുനിന്ന് അടിച്ചു മാറ്റി നമ്മൾ കറക്കി കളിക്കുകയാണ് കൈ. പിന്നെ തിരിച്ചു പോകുമ്പോൾ വെസ്പയിൽ ഒരു റൈഡ് അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ റയാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് സിത്തുവിന് തന്നെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സിത്തു ഹോസ്റ്റലിലേക്ക് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്.